നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മെമ്മറി ടിപ്സിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും നമ്മളിവിടെ സംസാരിച്ചു വരുന്നത്. അതിലെ ഒരു ടിപ്സ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അക്രോണിം എന്നുള്ളതായിരുന്നു. അതിലും അതുപോലെ മറ്റൊരു ടെക്നിക്കാണ് നമ്മളിന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മുടെ ഓർമ്മശക്തികളൊക്കെ വളരെ ലെങ്തി ആയിട്ടുള്ള പല കാര്യങ്ങളും ഓർമ്മിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ഉള്ളത്. തമ്മിൽ ഒരു സ്റ്റോറി ഉണ്ടാക്കുക, അത് അല്ലെങ്കിൽ അതിനകത്ത് പല കാര്യങ്ങളുണ്ടാകുന്നത് നമ്മൾ അത് ലിങ്ക് ചെയ്തൊരു സ്റ്റോറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ സ്റ്റോറി പോലെ ആക്കി അതുപോലെ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ ഉപയോഗിക്കുന്ന ലിങ്ക് ആൻഡ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. നിങ്ങൾക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ തീർച്ചയായും മനസ്സിലാവും. നമുക്ക് നോക്കാം. ഇപ്പം ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഒരു 18 വേർഡ്സ് എഴുതിയിട്ടുണ്ട്. ബസ്, സ്കൂള്, ഗേറ്റ്, സ്കൂട്ടർ, ബ്ലൂ, ടീച്ചർ, റൂം, സ്റ്റിക്ക്, ചോക്ക്, രജിസ്റ്റർ, സ്റ്റെയർ കേസ്, കോറിഡോർ, ക്ലാസ്, സ്ക്രീൻ, ബാഗ്, ബുക്ക്, പെൻ, ബ്ലാക്ക്. 18 വാക്കുകൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ വാക്കുകൾ നിങ്ങൾ നോക്കുക. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു മിനിറ്റ് സമയം ഞാൻ തരാം. അപ്പൊ ഇതില് ഒന്ന് നോക്കിയതിന് ശേഷം അതിനുശേഷം ഞാൻ മാറ്റും. ഒന്ന് നമ്മൾ റീകളക്ട് ചെയ്യാനായിട്ട് നോക്കുക. അത് ആ ഓർഡറിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കുക. വാക്കുകൾ ഒന്നുകൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചു നോക്കുക. ബസ്, സ്കൂള്, ഗേറ്റ്, സ്കൂട്ടർ, ബ്ലൂ, ടീച്ചർ, റൂം, സ്റ്റിക്ക്, ചോക്ക്, രജിസ്റ്റർ, സ്റ്റെയർ കേസ്, കോറിഡോർ, ക്ലാസ്, സ്ക്രീൻ, ബാഗ്, ബുക്ക്, പെൻ, ബ്ലാക്ക്. ഇപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഓർഡറിൽ ഒന്ന് ഓർത്തതിന് ശേഷം നമ്മൾ ഇത് തമ്മിൽ ഒരു കണക്ട് ചെയ്തൊരു സ്റ്റോറി ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വേർഡ്സ് ഒക്കെ പ്രത്യേകം ഓർഡറിൽ തന്നെ പറയാനായിട്ട് കഴിയും. ഇപ്പൊ നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നിങ്ങൾക്ക് തീർച്ചയായും പറയാൻ പറ്റും. എല്ലാ ഓർഡറിൽ ഒരു വിഷയം ഒന്നോ രണ്ടോ ചിലപ്പോൾ തെറ്റുവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ കുറച്ച് സമയം കൂടുതൽ ലഭിച്ച ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടെ സമയം, ഇപ്പം വളരെ ഷോർട്ടായിട്ടുള്ള സമയമാണെങ്കിൽ ഒരു വിഷയം നോക്കാൻ മനസ്സിലായി. അപ്പൊ നമ്മളിതിനു വേണ്ടി ഞാൻ ചെയ്യാൻ പറ്റുന്നത് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ. നമ്മൾ ഈ ഒരു സ്റ്റോറി പോലെ ഇതിനെ ഈ വാക്കുകളെയൊക്കെ കണക്ട് ചെയ്ത് ഒരു സ്റ്റോറി പോലെ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പൊ സ്കൂളിൽ ബസ്സിലാണ് പോകുന്നത്. അപ്പൊ സ്കൂൾ ബസ് ആ ബസ്സിലാണ് പോകുന്നത്. അപ്പൊ ആ ബസ്സിൽ ഇങ്ങോട്ട് പോയി സ്കൂളിന്റെ ഗേറ്റിലേക്ക് നമ്മൾ എത്തി. ഒന്നാമത് സ്കൂളായി. അപ്പൊ സ്കൂളിന്റെ ഗേറ്റിലേക്ക് വണ്ടി കയറുകയാണ്. അപ്പൊ വണ്ടി കയറി കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടത്, കയറി അങ്ങോട്ട് വണ്ടി അവിടെ നിർത്തി. അപ്പൊ നിങ്ങൾ കണ്ട ഒരു സ്കൂട്ടർ വരുന്നത് കണ്ടു. അപ്പൊ സ്കൂട്ടറിൽ നോക്കിയപ്പം നിങ്ങളുടെ ഒരു ടീച്ചറാണ് വരുന്നത്. അപ്പൊ ടീച്ചർ നീല കളറുള്ള ഒരു സാരി കൊടുത്ത നിങ്ങളുടെ ഒരു ടീച്ചർ, ഒരു പേര് നമ്മൾ സുധ എന്ന ടീച്ചർ നമ്മൾ നീല കളറുള്ള സാരി കൊടുത്ത് അല്ലെങ്കിൽ നീല കളറുള്ള ചുരിദാർ ഇട്ട ടീച്ചർ ആ സ്കൂട്ടറിൽ വന്ന് ടീച്ചർ എന്ത് ചെയ്തു, ആ ടീച്ചർ ആ വണ്ടി അവിടെ നിർത്തി സൈഡിൽ പാർക്ക് ചെയ്തു. അതിനുശേഷം ടീച്ചേഴ്സ് റൂമിലേക്ക് പോയി. അപ്പോഴത്തേക്ക് ബെല്ലടിച്ചു. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു, സ്റ്റിക്ക് എടുത്തു, വടിയെടുത്തു. അത് കഴിഞ്ഞ് ബ്ലാക്ക് ബോർഡ് എഴുതാനുള്ള ചോക്ക് എടുത്തു. പിന്നെ അതുപോലെ അറ്റൻഡൻസ് രജിസ്റ്റർ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, അപ്സ്റ്റെയർ ആണ് നിങ്ങളുടെ ക്ലാസ് എന്ന് വിചാരിക്കുക, 2ാമത്തെ നിലയിലാണ് ക്ലാസ്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു, താഴത്തെ നിലയിൽ നിന്നും സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് വരികയാണ്. അപ്പൊ ടീച്ചർ വരുന്നുണ്ട്, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കോറിഡോർ നിൽക്കുക, നിങ്ങൾ ആ വരാന്തയിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ വരാന്ത നിങ്ങൾ എന്ത് ചെയ്തു, ടീച്ചർ വരുന്നുണ്ട്. ടീച്ചർ ഗുഡ് മോർണിംഗ് ടീച്ചർ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, ക്ലാസ്സിലേക്ക് കയറി. അപ്പൊ നമ്മൾ ബാഗില്ലെങ്കിൽ ബാഗും ടിഫിനൊക്കെ കൊണ്ടാ പോകുന്നത് അല്ലെ, എങ്ങനെ എല്ലാവരും പോകുന്നത്. അപ്പൊ അങ്ങനെ കയറി നമ്മൾ അങ്ങോട്ട് ക്ലാസ്സിൽ ബാഗൊക്കെ കയറിയിട്ട് നിങ്ങളുടെ ക്ലാസ്സിന് പുറകെ വലിയൊരു സ്ക്രീൻ ഉണ്ട്. അപ്പൊ ആ സ്ക്രീനിന്റെ ബാഗിൽ നമുക്ക് ഈ ബുക്കുകളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള സൗകര്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്തു, നിങ്ങൾ ആ സ്ക്രീനിന്റെ പുറകെ നിങ്ങളുടെ ബാഗ് കൊണ്ട് വെച്ചു. ബാഗ് തുറന്ന് എന്ത് ചെയ്തു, ബുക്ക് എടുത്തു, പേന എടുത്തു. ആ പേനയുടെ കളർ എന്തായിരുന്നു, ബ്ലാക്ക് കളർ. അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റോറി നമ്മൾ ലിങ്ക് ചെയ്തൊരു സ്റ്റോറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിഷ്വലൈസ് കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഇതെല്ലാം ഓർഡറിലാണ് വാക്കുകൾ ഓർക്കാൻ പറ്റും. ഒന്നുകൂടെ ഓർക്കും നോക്കിയേ. ഇനി നിങ്ങൾക്ക് ഈസിയായിട്ട് പറയാൻ പറ്റും, നിങ്ങൾ സ്കൂൾ ബസ് വന്നിറങ്ങി സ്കൂളിന്റെ ഗേറ്റിലേക്ക് കിടന്നപ്പം നീല കളർ അല്ലെങ്കിൽ സ്കൂട്ടറിൽ എന്ത് ചെയ്തു, നീല കളറുള്ള ചുരിദാറിൽ സാരി കൊടുത്ത ടീച്ചർ വന്നു. ടീച്ചർ വണ്ടി പാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ടീച്ചർ റൂമിലേക്ക് കയറി, ഓഫീസ് റൂമിലേക്ക് ടീച്ചേഴ്സ് റൂമിലേക്ക് കയറി. സ്റ്റിക്ക് എടുത്തു, ചോക്ക് എടുത്തു, രജിസ്റ്റർ എടുത്തു, സ്റ്റെയർ കേസ് എടുത്തു. പെട്ടെന്ന് തന്നെ ബെല്ലടിച്ച് ക്ലാസ്സിലേക്ക് വരികയാണ്. അപ്പൊ നിങ്ങൾ കോറിഡോർ നിൽക്കുമായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്തു, ടീച്ചറിനെ കണ്ടുകൊണ്ട് ഗുഡ് മോർണിംഗ് ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി. അത് കഴിഞ്ഞ് ബാഗൊക്കെ പുറകിൽ നിങ്ങളുടെ ക്ലാസ്സിന്റെ ഏറ്റവും ബാക്കിൽ ഒരു സ്ക്രീൻ ഉണ്ട്. അപ്പൊ ആ സ്ക്രീനിന്റെ പുറകെ വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ബാഗ് അവിടെ വെച്ചതിന് ശേഷം ബാഗ് തുറന്ന ബുക്ക് എടുത്തു, പെന്നെടുത്തു. ആ ബ്ലാക്ക് കളറുള്ള പെന്നെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്നിരുന്നു. അങ്ങനെ ഒരു സ്റ്റോറി ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഓർഡറിൽ ഈ വാക്കുകൾ ഇതേപോലെ നിങ്ങൾ പഠിക്കാനുള്ള പല കാര്യങ്ങളും ലിങ്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും. ഇതിനാണ് നമ്മൾ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ ലിങ്ക് ആൻഡ് ലേൺ എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ ഒരുപാട് ഇപ്പൊ നിങ്ങൾ 18 വാക്കുകൾ 18 50 വാക്കുകൾ ഉണ്ടെങ്കിലും അഥവാ 100 വാക്കുകൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്ത് കഴിഞ്ഞ് തീർച്ചയായും നല്ല സ്റ്റോറി ഉണ്ടാക്കി കൃത്യമായിട്ട് ഓർഡറായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ മറ്റ് പെക് സിസ്റ്റം പോലെയുള്ള മറ്റ് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എനിവേ നമ്മൾ ചെറിയൊരു കാര്യങ്ങളൊക്കെയാണ് തീർച്ചയായും ഈ ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ പോലെയുള്ള നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അപ്പൊ ഇതുപോലെയുള്ള
കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറി നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ കഴിയും. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാനും നല്ല കാര്യങ്ങൾ നല്ലപോലെ ഓർമ്മിക്കാനും ഒക്കെ കഴിയും. അത് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇത്തരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടിൽ നന്ദി രേഖപ്പെടുന്നുണ്ട്. അപ്പം ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ല മെമ്മറി ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. താങ്ക് യു.